പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇന്ന് ഞാൻ ബസ് സിമുലേറ്റർ ഗെയിമിൽ കാറാണ് ഓടിക്കാൻ പോണേ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൊണ്ടുവന്ന വണ്ടി കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലോർഡ് ആൾട്ടോ. സംഭവം നൈസ് വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പണ്ടൊരു കാലത്ത് ഇത് കുറേ പേരുടെ ഡ്രീം കാറായിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ, നൈസായിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് വണ്ടിയുടെ ബോണറ്റ് തുറക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, എൻജിനൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ റൂഫിലൊക്കെ ലഗേജ് വയ്ക്കില്ലേ, ആ സംഭവം ഉണ്ട്. ഈ മോഡിൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയിൽ പവർ വിൻഡോസ് ഉണ്ട്, 4 പവർ വിൻഡോസ് ഉണ്ട്. എന്തുട്ടായാലും സംഭവം കൊള്ളാം. നമുക്കിനി പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അറിയാണ്ട് കരിയർ മോഡ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറും. എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട്. ഞാൻ ഇവിടെ 4 ഡോറും പിന്നെ ഡിക്കും തുറന്നുണ്ട്. ഡിക്കിയിലും ചിലപ്പോൾ ആൾക്കാർ കയറും. ഏയ്, ഇതെന്തോരം ആൾക്കാർ, അതിന് മാത്രം സ്ഥലം ഉണ്ടാ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഗെയിമിലല്ല, റിയൽ ലൈഫിലും ഇങ്ങനെയാ. റിയൽ ലൈഫിലും ഓൾട്ടോയിൽ ഒരു 10-15 ആൾക്കാർ കയറും. ഓക്കെ, ഇവിടെ ഇപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിന്നാണ് പറയണേ. നമുക്കപ്പോൾ ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് സൂരബയ എന്നാ. ഈ സൂരബയ സ്ഥലം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഏയ്, ആ റൂട്ടിലല്ലേ മറ്റേ പാലമൊക്കെ വരണേ? എനിക്ക് തോന്നുന്നുണ്ട്. എന്തുട്ടായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഈ വണ്ടി പിന്നെ നല്ല സ്പീഡിൽ പോവുന്നുണ്ട് കേട്ടാ. ഇപ്പം തന്നെ 120 കടന്നു. പിന്നെ വേറെ കാര്യം, ഈ വണ്ടിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. എന്നിട്ടും ഇത് 170 കടന്നു പോയി. ഓൾട്ടോ ഒരു സംഭവം തന്നെയാണ് കേട്ടാ. ഇവിടെ 190 കടന്നു, 200 കടന്നു. അയ്യോ അയ്യോ, ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ആക്കാം. ജസ്റ്റ് മിസ്, ഇപ്പോൾ കൊണ്ട് ഇടിച്ചാനെ. ഈ വണ്ടി 200 കടന്നു. അത് കൊള്ളാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റി. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോവാം. ഈ വണ്ടിക്കാരൻ കടന്നു പോട്ടെ. എടാ, അടുത്തോട്ട് പോടാ. അവിടെ പിന്നെ MVD നിൽക്കുന്നുണ്ട്. MVD ഒന്നും പറയൊന്നുമില്ല. വണ്ടിയിൽ അധികം ആൾക്കാരെ ഇരുത്തുകൊണ്ട് അതിപ്പോൾ വലിയ സീനൊന്നുമില്ല. ഇവിടെ പിന്നെ വീണ്ടും മഴ പെയ്തു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു 2 മിനിറ്റ് നേരത്തെ ചെറിയൊരു മഴ. ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതൊരു ഹൈവേ എന്ന് തോന്നുന്നുണ്ട്. ഈ ലോറിക്കാരൻ കടന്നു പോട്ടെ. ഏയ്, ഹൈവേ ഒന്നുമല്ല, ഇത് ചെറിയൊരു റോഡാ. ഈ ലോറിക്കാരൻ പിന്നെ പതുക്കെ പോവുള്ളൂ. നമുക്ക് അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാം. ആ ബസ്സുകാരൻ ഇപ്പോൾ എന്നെ ഇടിച്ചാനാ. ആ സീനില്ല. നമ്മുടെ വണ്ടി പിന്നെ ചെറിയ വണ്ടിയല്ലേ, അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയും നമുക്ക് കുറേ ദൂരം പോവാണ്ട്. വണ്ടിക്ക് പിന്നെ സ്പീഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് എത്തും. ഏയ്, ഈ ട്രക്കുകാരൻ എന്നിട്ട് പണി കാണിച്ചേ? ഇയാളെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? ഓ, ആ ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയി. ആ, അതിനിപ്പോൾ എന്താ, ഇയാൾക്ക് ഇതിയോടെ എടുത്ത് പൊക്കൂടെ? എന്താണോ? ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ആ ബ്രിഡ്ജുള്ള സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ മുന്നേ ഒരു ടോളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ടോളിപ്പോൾ കാണാനില്ല. ശരിക്കും ഇതൊരു നൊസ്റ്റാൾജിയ റൂട്ടാ. പണ്ട് ഈ റൂട്ടിൽ കൂടെ ഇഷ്ടം പോലെ ഓടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു ടോൾ ഉണ്ടായിരുന്നു, ആ ടോളിപ്പോൾ കാണാനില്ല. പണ്ട് നമ്മൾ ടോള് വെട്ടിക്കാനായിട്ട് റോങ് സൈഡ് എടുത്ത് പോവാറുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ പണ്ട് ടിക്ടോക്കിൽ വീഡിയോസ് ഇടാറുണ്ട്. യൂട്യൂബിനെ കുറിച്ച് അത്രയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ടിക്ടോക്ക് ബാനായപ്പോഴാണ് യൂട്യൂബിനെ കുറിച്ച് അറിയണേ. എന്തെങ്കിലും ആട്ടെ, ഇവിടെ പിന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കാണാൻ പറ്റും. 217 ടോപ്പ് സ്പീഡ്.
ഇവിടെ പിന്നെ കയറ്റം വന്നു, അതുകൊണ്ട് സ്പീഡ് കുറയണേ. ഇത് കഴിഞ്ഞ് ഒരു ഇറക്കം വരും, അന്നേരം വണ്ടി നല്ല സ്പീഡിൽ പോവും. ആ, ഇറക്കത്ത് നല്ല സ്പീഡിൽ പോവും. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിവിടെ ഇറക്കത്ത് നല്ല സ്പീഡിൽ പോവാണ്. ഇവിടെ ഇപ്പോൾ 230 കടന്നു, 233, 234. അതാണ് ടോപ്പ് സ്പീഡ് കാണിക്കണേ. അതിൻ്റെ മേലെ പോണില്ല. എന്നാലും ഓൾട്ടോ ഇത്രയ്ക്കും സ്പീഡിൽ പോണില്ലേ, അതന്നെ വലിയ കാര്യം. എന്നാലും ആ ടോള് ഇവിടെ നിന്ന് പോയത് അത് ശരിയായില്ല ഏട്ടാ. ആ ടോള് വെട്ടിച്ച് പോവില്ലേ, അന്നേരം ഒരു മനസ്സുഖം കിട്ടും. എനിക്ക് തോന്നണതേ ഈ കേരള ട്രാഫിക് മോഡ് കയറ്റുകൊണ്ടാണ് ആ ടോള് പോയിണ്ടാവുക. കാരണം ആ മോഡ് കയറ്റിയാലേ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് മൊത്തം മാറും. ചിലപ്പോൾ അതുകൊണ്ടാവും. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മാപ്പിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ സോൾവായി. അതിന് എന്തൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ശരിയായി. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ സുരഭയ സിറ്റിയിലേക്ക് എത്തേക്കാണ്. ഇനി ഇവിടെ നിന്ന് അധികം ദൂരമില്ല. നമ്മളിപ്പോൾ ഏകദേശം സ്റ്റാൻഡിലേക്ക് എത്താറായിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സ്റ്റാൻഡ്. ഒരു മിനിറ്റ്, ഇയാളിപ്പോൾ എന്തൊരു പണി കാണിച്ചേ? പെട്ടെന്ന് റൈറ്റിലേക്ക് വളച്ചെടുത്തു. നമ്മുടെ വണ്ടിയിൽ 100% ഹെൽത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ 98ആയി. 2% പോയി. എന്നാലും അത് വേണ്ടായിരുന്നു. ഞാനിവിടെ 100% ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവായിരുന്നു. അപ്പോഴേക്കും അയാൾ പെട്ടെന്ന് റൈറ്റിലേക്ക് വളച്ചെടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്കിനി ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കാം. ആ KSRTC പോട്ടെ, അല്ലെങ്കിൽ അവന്മാർ നമ്മളിടിച്ച് അപ്പുറത്തെ പറമ്പിലോണ്ട് ഇടും. അത് വേണ്ട. ഓക്കെ, ഇവിടെ ഞാൻ ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.